ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു പുതിയ റിസോഴ്സ് മെറ്റീരിയൽ ആഡ് ചെയ്യുക എന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇന്നത്തെ ഉദാഹരണത്തിന് നമ്മൾ ടോപ്പിക് 1 എന്നുള്ള ആ ടോപ്പിക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഒരു റിസോഴ്സ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതെടുത്തിട്ട് ടേൺ എഡിറ്റിംഗ് ഓൺ എന്നുള്ളത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഓഫ് ആക്കിയിട്ടില്ല, പക്ഷെ ഓഫായിട്ട് അപ്പോൾ അതുകൊണ്ട് ഓൺ ആക്കണം. ഓഫായിട്ടാണ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതവിടെ ആഡ് ആക്ടിവിറ്റി ഓർ റിസോഴ്സ് എന്നുള്ളത് വരും. എല്ലാത്തിലും തന്നെ ഓരോ പെൻ്റെ ഒരു ഐക്കണും കൂടി വരും. നമ്മളൊരു ടോപ്പിക് 1ലേക്കാണ് ഒരു ആക്ടിവിറ്റി കൊടുക്കേണ്ടത്. ഒരു റിസോഴ്സാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നോട്ട് പാഡ് ഫയലാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിൻഡോ വരും, ആഡ് എന്ന് പറഞ്ഞിട്ട്. അതിൽ 2 തരം ഹെഡിങ്സ് കാണാം. ഒന്ന് ആക്ടിവിറ്റീസ്, 2 റിസോഴ്സസ്. ആക്ടിവിറ്റീസ് പലതരം റിസോഴ്സ് ഉണ്ട്. അസൈൻമെന്റ് തൊട്ട് ചാറ്റ്, ക്വിസ്, അങ്ങനെ പല സംഗതികളും, അല്ലെങ്കിൽ ലെസൺ ആഡ് ചെയ്യാം, അങ്ങനെ പലതും ചെയ്യാം. സർവേ, വിക്കി, അങ്ങനെ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യാം. അതേസമയം റിസോഴ്സസ് എന്നുള്ളതിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ആവാം, അല്ലെങ്കിൽ ഒരു ഫയൽ ആവാം, ഫോൾഡർ ആവാം, ലേബൽ ആവാം, എന്ത് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിമ്പിൾ URL ആവാം, ഒരു പേജ് വേണമെങ്കിൽ അതും ആവാം. നമ്മൾ ചെയ്യുന്നത് ഒരു ഫയൽ ആഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയാ ഇതിൻ്റെ ഉള്ളിൽ നോട്ട് പാഡ് എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഈ ഫയൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു മിനിമൈസ് ചെയ്ത് കൊടുക്കുക. അത് ഇവിടെയാണ് സാമ്പിൾ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്കൊന്ന് വലിച്ചിട്ട് നോക്കാം. അവിടെ വലിച്ചിട്ടു, ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അതവിടെ സാമ്പിൾ ഡോക്യുമെന്റ് എന്ന പേരിൽ ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഡോക്യുമെന്റ് അവിടെ കിടക്കുന്നുണ്ട്. അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇനി അതിനെക്കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതണമെങ്കിൽ എഴുതിയിട്ടുണ്ടാക്കാം. അത് അല്ലാന്നുണ്ടെങ്കിൽ സേവ് ആൻഡ് റിട്ടേൺ ടു കോഴ്സ്. അതോടുകൂടി നമ്മുടെ ടോപ്പിക് 1ന്റെ ഉള്ളിൽ നോട്ട് പാഡ് കിടക്കുന്നുണ്ട്. തിരിച്ച് നമ്മൾ ടേൺ എഡിറ്റിംഗ് ഓഫ് ചെയ്തു. അപ്പോൾ ടോപ്പിക് 1ന്റെ അടിയിൽ നോട്ട് പാഡ്. ഈ നോട്ട് പാഡ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തോ DFR എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുള്ള എന്തോ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതാണ് അതിൽ ചെയ്യേണ്ട. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഈ നോട്ട് പാഡിന് പകരം നമുക്ക് വേണമെങ്കിൽ PDF ഡോക്യുമെന്റ് ആവാം, പവർ പോയിന്റ് ആവാം, എന്ത് വേണമെങ്കിൽ ആവാം. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് പഠിക്കുക. താങ്ക് യു.